ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തോട് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പൈപ്പ് ലൈൻ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ്രന്റീസ്ഷിപ്പ് നിയമനമാണ്. വിവിധ ട്രേഡുകളിലുള്ളവർക്ക് അതിലേക്ക് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് വിഭാഗത്തിലേക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കും വേണ്ടിയിട്ട് ഇപ്പോൾ 473 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ പൈപ്പ് ലൈൻ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റുകളിലായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഇപ്പോൾ ഒഴിവുകളില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് ഒഴിവുള്ളത്. അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള IT, അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും വിവിധ ഡിഗ്രി, അപ്പോൾ BCom ഒക്കെ എടുത്തവർക്കൊക്കെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് ഈസ്റ്റേൺ റീജിയൻ പൈപ്പ് ലൈൻസ്, അതുപോലെ നോർത്തേൺ റീജിയന്, പിന്നെ സൗത്ത് ഈസ്റ്റ് റീജിയൻ, പിന്നെ സതേൺ റീജിയൻ. സതേൺ റീജിയനിൽ വരുന്നത് കേരളം ഒഴികെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഒഴിവുകളുണ്ട്. പിന്നെ വെസ്റ്റേൺ റീജിയനാണ് ഒഴിവുകൾ. മൊത്തം 473 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻസ് അപ്രന്റീസ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കും ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ട്രേഡുകളിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സോട് കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട IT അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത്. പിന്നെ ട്രേഡ് അപ്രന്റീസ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഫുൾ ടൈം ബാച്ചലർ ഡിഗ്രി ഗ്രാജുവേഷനാണ്. കൊമേഴ്സിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ മിനിമം 12th പാസ്സായിരുന്നാൽ മതി അവർക്ക്. അതുപോലെ ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ മിനിമം 12th ക്ലാസ്സും പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി അതിൻ്റെ കൂടെ തന്നെ വേണം. ഏജ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മാക്സിമം 24 വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. 12/1/2024 കണക്കാക്കിയിട്ടാണ് ഇതിലേക്ക് ഏജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.